റിനാക് സെന്റർ റിയാലിറ്റർ പ്രശാന്ത് വിജയരാജൻ പിള്ള അവതരിപ്പിക്കുന്ന മീറ്റ് ദ ടാലന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മീറ്റ് ദ ടാലന്റ് സെഗ്മെന്റിൽ ആരാണ് നമ്മളോട് കൂടെ കൂടിയിരിക്കുന്നതെന്ന് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടാവും അല്ലെ. ഒട്ടും വിഷമിക്കേണ്ട. നമ്മുടെ എല്ലാവരുടെയും അതായത് ടൊറന്റോയിലുള്ള നമ്മുടെ എല്ലാ മലയാളികളുടെയും ഒരു ഉറ്റ സുഹൃത്തായ, അതായത് നമ്മുടെ സ്വന്തം തൃശ്ശൂർക്കാരനായ സുന്ദരനും സുമുഖനുമായ എന്തൊരു മൾട്ടി ടാലന്റഡ് ഫേസ് ആണ്. അതായത് അദ്ദേഹത്തെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മ്യൂസീഷ്യൻ ആണ്, തബലിസ്റ്റ് ആണ് അല്ലെ, ഫിലിം ക്രിറ്റിക് ആണ്. അപ്പോൾ ഇത്രയും ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്ത് സർക്കിളിലുള്ള എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും ഇതാരാണ് ഇന്ന് നമ്മളോടൊപ്പം പ്രൈവൽ നമ്മുടെ മീറ്റ് ദ ടാലന്റിൽ പങ്കെടുക്കുന്നത്. യെസ്, അവർ വെരി ഓൺ നമ്മുടെ തൃശ്ശൂർ ഗരി ക്രിസ്റ്റി രാജൻ മലയത്തിലാണ്. ഹലോ ക്രിസ്റ്റി, വെൽക്കം ടു പ്രൈം. സന്തോഷം. അപ്പൊ ഇവിടെ വരുന്നവർക്കൊക്കെ അങ്ങനെയാണ്, നമ്മൾ നല്ല അടിപൊളി ഇൻട്രോ ആണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ കേട്ടോ. അപ്പൊ എന്തായാലും വെൽക്കം ടു പ്രൈം. അപ്പൊ ഇന്ന് മീറ്റ് ദ ടാലന്റിൽ നമ്മുടെ ഈ പരിപാടിയില് ഇങ്ങനെ അതിഥിയായിട്ട് എത്തിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. അപ്പൊ നല്ലൊരു പാട്ടുകാരനാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ശ്രോതാക്കളൊക്കെ അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം തന്നെ വിശേഷങ്ങൾ സുഖമായിട്ട് പോണു, കുഴപ്പമില്ല. ലോങ് വീക്കെൻഡിന്റെ ഒരു സന്തോഷം തുടങ്ങിയിട്ടല്ലോ, 2-3 ദിവസം ഉണ്ട്. അപ്പൊ വലിയ പ്ലാനുകളൊന്നും ഇല്ല തവണ. ഇതിപ്പോ പെട്ടെന്നായിരുന്നല്ലോ വിളിച്ചത്. അപ്പൊ ഞങ്ങളെല്ലാം വളരെ അപ്പൊ ഏതായാലും നല്ലൊരു പാട്ടുകാരനാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷെ ആളുകളെ കേൾപ്പിക്കാൻ മാത്രമുള്ള പാട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പാട്ടും പാടി വന്നേ അങ്ങനെയൊക്കെ വേണേ പറയാം. അപ്പൊ തൃശ്ശൂരാണ് സ്വദേശം അല്ലെ? തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂര് മുണ്ടൂര് എന്ന് പറയും. തൃശ്ശൂര് കുന്നംകുളം ആ ഒരു ഏരിയയിലായിട്ട്. തൃശ്ശൂരിന് കുന്നംകുളത്തിന്റെ മധ്യത്തിലായിട്ട് വരും. അപ്പൊ തൃശ്ശൂരിന് ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോ 2 കൊല്ലം ആവുന്നു. 2-ൽ താഴെ ആയിട്ടുള്ളൂ. ഡിസംബറിലേക്ക് 2 കൊല്ലം. അതെ. അപ്പൊ നമ്മുടെ ലോക്ക്ഡൌണിന്റെ നടുക്കാണല്ലേ 3 months കഴിഞ്ഞപ്പോഴേക്കും ലോക്ക്ഡൌൺ ശരിക്കും ലോക്ക് ആയി പോയായിരുന്നു. നല്ല വരവിന്റെ ഐശ്വര്യം എല്ലാവരും പറയും. എന്തൊക്കെയാണ് ഹോബീസ്? അതൊക്കെ ആദ്യം കേൾക്കട്ടെ. ഹോബീസ് പാട്ട് കേൾക്കുക, കേട്ട പാട്ടുകൾ കൂടെയുള്ളവരെ പാടി വെറുപ്പിക്കുക. നമ്മുടെ ശ്രോതാക്കൾക്ക് ആദ്യം തന്നെ ആ വെറുപ്പിക്കൽ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വെറുപ്പിക്കൽ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം സംഗീതം എന്ന് പറയുന്നത് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് പാടാൻ അറിയുന്നവർക്ക്, പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, കാരണം എനിക്ക് ഒട്ടും അറിയില്ല പാടാൻ. ഞാൻ നല്ലൊരു എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പാട്ട്. അപ്പൊ നല്ലൊരു 2 വരി പാട്ടോടുകൂടി നമുക്ക് ആരംഭിച്ചാലോ? മൂളിപ്പാട്ടല്ല, 2 വരി കേട്ടോ. ക്രിസ്റ്റിയുടെ ഫേവറേറ്റ് സോങ് തന്നെ നമുക്ക് തോന്നാം. തീരങ്ങൾക്കു ദൂരെ വെൺമുകിലുകൾക്കരികില അണയും തോറും ആർദ്രമാക്കുമൊരു താരകം. തീരങ്ങൾക്കു ദൂരെ വെൺമുകിലുകൾക്കരികില അണയും തോറും ആർദ്രമാക്കുമൊരു താരകം. ഹിമജലകണം കൺകോണിലും മുഖസൗരഭം മകതാരിലും മെല്ലെത്തൂവിലോലഭാവമാർന്ന നേരം ആകാശഗോപുരം പൊന്മണിമേടയാ അഭിലാഷഗീതകം സാഗരമാ ആകാശഗോപുരം പൊന്മണിമേടയാ അഭിലാഷഗീതകം സാഗരമാ. ഇതാണ് ചെറുതായിട്ടൊക്കെ പാടുന്ന സ്വയം. തീരെ പൊക്കൽ ഇഷ്ടല്ലേ? അയ്യോ, അതുകൊണ്ടല്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വെറുതെ കേട്ടുകൊണ്ട് പാടി നടക്കാൻ എളുപ്പം. പക്ഷെ ഒരാളുടെ മുമ്പിൽ പാടുമ്പോ നമുക്ക് കേട്ട് കേൾവിയുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു നിലവാരം ഇച്ചിരി കൂടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമുക്ക് പാടുന്നതിൽ എന്തൊക്കെയാണ് അലമ്പ് കുളം നമുക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാകും അത്യാവശ്യം. അപ്പൊ അത് കാരണം കോൺഫിഡൻസ് പാടാനുള്ളത് കുറഞ്ഞു വരും. ഒരിക്കലും വേണ്ട. ഈ ഒരു പരിപാടി കഴിയുന്നതോടുകൂടി ആ ഒരു കോൺഫിഡൻസ് നല്ല ഇടത്തിലെത്തട്ടെ. കാരണം ഞാനൊരു കാര്യം കേട്ടത് സത്യമാണോ? അതെനിക്കിപ്പോ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ ഒരു സംശയമുണ്ട്. കാരണം പാട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷെ കേട്ട് കഴിഞ്ഞാൽ തോന്നും പാട്ട് പഠിച്ച ഒരാൾ പാടിയതാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പം ഇപ്പൊ എന്തായാലും കുറെ ഫാൻസ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ തബലിസ്റ്റ് ആണല്ലേ?
തബല പഠിച്ചിട്ടുണ്ട്. തബലയാണ് പഠിച്ചിട്ടുള്ളത്, പാട്ട് ശരിക്കും പറഞ്ഞ പോലെ പഠിച്ചിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ പോലും പഠിച്ചു കഴിഞ്ഞാൽ അത് സംഗീതം തന്നെയാണ് അല്ലെ. അപ്പൊ അവർക്ക് ഒരു സംഗീതത്തിന്റെ ഒരു എന്താ പറയാ അദൃശ്യ ശക്തി അവരുടെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഏതായാലും മനോഹരമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഏതായാലും നമ്മള് ഒരു മൾട്ടി ടാലന്റഡ് ഫേസ് ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് എഴുതാൻ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്, നല്ലൊരു ഫുഡിയാണ്, നല്ലൊരു ട്രാവൽ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ പറയാം, ഏതൊക്കെയാണ് ഫുഡിന്റെ ഇഷ്ടപ്പെട്ട? എനിക്ക് ഞാൻ നാട്ടിൽ പറഞ്ഞ എല്ലാവരും പോലെ ബിടെക് ആണ് ഞാനും കഴിഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് ഗൾഫിൽ പോയായിരുന്നു. അപ്പോ അവിടെ സൗദിയിലായിരുന്നു ഞാൻ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു എന്റർടൈൻമെന്റ് അത് മാത്രമേ ഉള്ളൂ. പുറത്തു പോയി ഫുഡ് കഴിക്കുക, അങ്ങനെ കഴിച്ച് അറബിക് ക്യൂസിനാണ്. സൗദിയാണല്ലോ എന്തായാലും, ഒറിജിനൽ അവിടെയാണല്ലോ. അപ്പൊ അങ്ങനെ അറബിക് ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം. ഇവിടെ വന്നിട്ട് ശരിക്കും സൗദിയിൽ നിന്ന് മിസ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫുഡ് മാത്രമേ ഉള്ളൂ. കാരണം ഒത്തന്റിക് ഇവിടെ എത്രയൊക്കെ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും അവരാ തരുന്നതിന്റെ ഒരു സംഭവം നമുക്ക് ഇവിടെ കിട്ടില്ല. മലയാളി തന്നെയാണോ? ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, കാരണം ഭയങ്കര അറബിക് ഫുഡിനെ ഭയങ്കര എനിക്ക് എന്ത് ടൈപ്പ് ഫുഡ് എന്ന് ചോദിച്ചു. പക്ഷെ നാട്ടില് നമ്മുടെ സാധനങ്ങൾ നമുക്ക് എന്തും ഫേവറേറ്റ് ആണല്ലോ. അതങ്ങനെ എടുത്തൊരാൾക്ക് പറയണം മലയാളിയാണോ, പ്രത്യേകിച്ച് ഇപ്പൊ ടൊറന്റോയില് വന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ കിട്ടാത്തതായിട്ട് ഒന്നും ഇല്ലാതെ നമുക്ക് എവിടത്തെ വേണമെങ്കിലും ഏത് വിധത്തിലും തരത്തിലും വേണമെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്നുള്ള അവസ്ഥയാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പാട്ടുമായിട്ടും തബലയായിട്ടും കലാപരമായിട്ടും വായന അങ്ങനെയുള്ള മൾട്ടി ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ പറയാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരുപാട് ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. കാരണം വന്നപ്പോഴേക്കും പറഞ്ഞല്ലോ 3 മാസം കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൌൺ ആയതാണ്. ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞ് പിന്നെ വീട്ടിലിരിപ്പായിരുന്നു. സെർബ് മേടിച്ച് വെറുതെ വീട്ടിലിരിക്കുന്നു എല്ലാവരെയും പോലെ പൊതുവെ. അതല്ലാതെ പിന്നെ ഇവിടെ കെനഡിയിൽ പള്ളിയിൽ പാടാനായിട്ട് പോയിരുന്നു. അതിന്റെ ശേഷം ഞാൻ പറഞ്ഞു വിചാരിക്കും, ഞാനത് പോയി ഒരു തവണ കയറി, ലോക്ക്ഡൌൺ ആയി. ലോക്ക്ഡൌൺ കഴിഞ്ഞ് കുർബാനയൊക്കെ ആളുകളുടെ പിന്നെയും നമ്മൾ ഒന്നും കൂടെ പോയി, അടുത്ത ലോക്ക്ഡൌൺ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു നാട്ടുകാരുടെ പള്ളി പോക്കും കുർബാനയും കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വഴിക്ക് പോയിട്ടില്ല. പിന്നെ വായന ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പൊ ജോലി ലോക്ക്ഡൌണിന്റെ സമയത്ത് കുറച്ചൊക്കെ വായിച്ചിരുന്നു. ഇപ്പൊ കുറവാണ് സത്യം പറയാലോ. വെറുതെ നമ്മള് അത് വായിച്ചിട്ടുണ്ട് ഇത് വായിച്ചിട്ടുണ്ടെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ കുറവാണ്. എന്നാലും ബുക്സ് ഒക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ. ഒന്ന് ബുദ്ധിജീവിയാണല്ലേ? അയ്യോ അങ്ങനെ പറയരുത്. അല്ല, നമ്മള് പൊതുവെ വായനാശീലമൊക്കെ ഉള്ളവരെ നമ്മള് പറഞ്ഞില്ലെങ്കിലും അവര് അഹങ്കാരം കാണിക്കില്ല. പക്ഷെ നമുക്കറിയാം അത് അണ്ടർസ്റ്റുഡ് ആണ്, അവർ ബുദ്ധിജീവികളാണെന്നുള്ളത്. അപ്പൊ ഈ വായന ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏതാണ് ഇഷ്ടപ്പെട്ട മലയാളത്തിലെ കൃതി? മലയാളം വായിച്ചിട്ടുണ്ടോ അതോ? മലയാളമാണ് വായിക്കാറ്. അത് വായന കിട്ടിയതെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനോട് ഇഷ്ടം കൊണ്ട് ഞാനായിട്ട് വായിച്ചു തുടങ്ങിയത് അങ്ങനെയൊന്നുമല്ല. എന്റെ മമ്മി ലൈബ്രറിയനാണ്. അപ്പൊ മമ്മി മലയാളം ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളത്. മലയാളം MA ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. പക്ഷെ എനിക്ക് മലയാളമായിരുന്നു. മമ്മി കൊണ്ടുവരുന്ന ബുക്സ് വായിച്ച് അങ്ങനെ നിർബന്ധിച്ച് വായിപ്പിച്ച് അങ്ങനെ കിട്ടിയൊരു ശീലം. പിന്നെ അതങ്ങനെ ചെറുതായിട്ടൊന്ന് ഞാനായിട്ട് കണ്ടിന്യൂ ചെയ്തു എന്ന് മാത്രം. ചെറുതായിട്ട്. അപ്പൊ ഏകദേശം ഇപ്പൊ എത്ര നോവൽസ് വായിച്ചിട്ടുണ്ടോ? അങ്ങനെ കൗണ്ട് ചെയ്യാൻ അല്ല, അങ്ങനെയല്ല. അത് ബുക്ക് വായിക്കുന്നതിലുപരി ഇപ്പൊ നമ്മളിപ്പോ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വളരെ അടുത്ത കുറച്ചെങ്കിലും ഒന്ന് പോസ്റ്റ് ഒക്കെ ചെയ്ത് തുടങ്ങിയത്. എനിക്ക് ഫേസ്ബുക്ക് ആയിരുന്നു താല്പര്യം ആദ്യം തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും വീഡിയോസിലും ഉപരി വേറെ ആർട്ടിക്കിൾസും എടുത്തോ അങ്ങനെയൊന്നും വരില്ല. നമുക്കിപ്പോ ഒരു പോസ്റ്റിന് താഴെയുള്ള കമന്റ് ആണെങ്കിൽ പോലെ അത് വായിക്കാനാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. നമുക്ക് ആ ഫോട്ടോസ് കാണുന്നതിൽ കൂടുതൽ അതെന്തുകൊണ്ടാന്ന് അറിയില്ല. അതിന്റെ പേരിൽ ഈ ബുദ്ധിജീവി വിളിച്ച് അപമാനിക്കരുത്. അത് ഞാൻ വിളിക്കുന്ന കാര്യം ഇപ്പൊ കേൾക്കുന്ന ശ്രോതാക്കളെ വിളിച്ചോളൂ. അപ്പം ഈ വായന ഭയങ്കര ശീലാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പം നമുക്കറിയാം സിനിമ എന്ന് പറയുന്നത് താങ്കളുടെ ഒരു സീക്രട്ട് പാഷൻ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ സിനിമ എന്നുള്ള ഒരു ഇതിലേക്ക് ഈ വായന കൊണ്ട് എത്താൻ എങ്ങനെയാണ് അതിനൊന്ന് ലിങ്ക് ചെയ്യുന്നത്? അപ്പം ഇത്രയും കാലം വായിച്ചതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു നോവൽ ഏതെങ്കിലും ഒരു കൃതി സിനിമയാക്കിയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടോ? അതൊരു മെനക്കെടുക്കുന്ന ചോദ്യമാണ് സത്യം പറയാലോ. കാരണം നമ്മൾ വായിക്കുന്ന ഒരു സാധനം എനിക്ക് എന്താ പറയാ സിനിമയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പൊ അതിന് ഉത്തമ ഉദാഹരണം ഞാൻ പറയുന്നില്ല കേട്ടോ ഒരിക്കലും. നമുക്കത് കണ്ടറിയാനേ പറ്റുള്ളൂ. ഇപ്പൊ ആടുജീവിതം സിനിമയായിട്ട് വരാൻ പോണു. ഇപ്പൊ ബെന്യാമിന്റെ ആ നോവല് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഇമാജിനേഷനാണ് നമ്മൾ വായിക്കുന്ന സമയത്ത് എന്താണെന്ന്. കാരണം അത് വിഷ്വൽസ് ഇല്ല. നമ്മൾ വായിച്ച് നമ്മളെന്താണോ മൈൻഡിലേക്ക് എടുക്കുന്നത് അതാണ് നമുക്ക് ആ വിഷ്വല് മൈൻഡില്. പക്ഷെ അത് സിനിമയായിട്ട് വരുമ്പോൾ നോവല് വായിച്ചിട്ടുള്ള ഒരാൾക്ക് സിനിമയായിട്ട് കാണുമ്പോൾ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഫീൽ അതുപോലെ തന്നെ കിട്ടുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പക്ഷെ
എക്സ്പേർട്സ് ആണെങ്കിലും ഇല്ല, നമ്മളൊന്നും അവരൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. എന്നാലും ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നോവലല്ല, ബാലേന്ദ്ര ചുള്ളിക്കാടിന്റെ ചിദംബര സ്മരണകൾ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പുസ്തകമുണ്ട്. പുള്ളിയുടെ ലൈഫ് ആത്മകഥാപരം തന്നെ പറയാം ഒരു പരിധി വരെ. അപ്പൊ അതില് പുള്ളി വിവരിക്കുന്ന ഒരു സിറ്റുവേഷൻസും അല്ലെങ്കിൽ പുള്ളി കടന്നുപോയിട്ടുള്ള ലൈഫിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഇത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ കാണുന്നതോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒക്കെ എത്രയോ വീര്യം കൂടിയ ഒരു സാധനമാണല്ലോ നമ്മളിത് വായിക്കണേന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഒരാൾക്ക് എന്റെ സ്റ്റോറി അല്ല പറയുന്നത്, ആ സിറ്റുവേഷൻസ് മാത്രം ഒരു സിനിമയിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്താൽ പോലും അത് ആൾക്കാർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ അതാണ് എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് അതാണ്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പല ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുമ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പല തിരക്കഥാകൃത്തുക്കള് അവരിങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ വായിച്ച ഓരോ നോവൽസ് എന്നൊക്കെയാണ് അവർക്ക് ഓരോ ത്രെഡ് കിട്ടുന്നതൊക്കെ. അപ്പൊ ഇപ്പം എല്ലാവരുടെയും ഒരു തുടക്കം എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിംസും മ്യൂസിക് വീഡിയോസും ഒക്കെയാണ്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ വല്ല ദുരുദ്ദേശം അങ്ങനെയൊന്നും മൈൻഡിൽ ഇല്ല ഇപ്പൊ. കാരണം എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഫേർട്ട് എടുക്കും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്, അത് ജന്മനാ കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആരെങ്കിലൊക്കെ കൂടെ ഉള്ളവർ ഈ ഒരു ഗ്യാങ്ങിലൊക്കെ വന്ന് പെട്ടാല് നമുക്ക് ആ ഒരു ത്രൈവ് ഉണ്ടല്ലോ, നമുക്ക് അതില്ല സ്വന്തമായിട്ട്. ഇതുപോലെ വെറുതെ ഇരിക്കാനുള്ളൊക്കെ ഒരു മൈൻഡാണ്. അപ്പൊ അതിനു വേണ്ടി ഇതുവരെ അങ്ങനെ എഫേർട്ട് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വീഡിയോയും ചെയ്തിട്ടില്ല. ഒരുപാട് പേര് ഇങ്ങനെ പറയും നമ്മളിങ്ങനെ സംസാരിക്കണേ, പക്ഷെ അതൊന്നും എവിടെ എത്താറില്ല എന്നുള്ളതാണ് സത്യം. ആ സംസാരം മാത്രമായിട്ട് ഒതുങ്ങുന്നത് സത്യത്തിൽ. ഈ വീഡിയോയുടെ കാര്യം പോലെ വീഡിയോ ചെയ്യാറില്ല എന്ന് പറയുന്നത് ഒരു നുണയല്ലേ? കാരണം ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കണ്ടിരുന്നു. യൂട്യൂബ് ചാനൽ എന്നൊന്നും പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ SPB മരിച്ചുപോയി കഴിഞ്ഞ മാസമായിരുന്നു പുള്ളിയുടെ. അപ്പൊ SPB തൃശ്ശൂര് വന്നിരുന്നു. ചേതന മ്യൂസിക് അക്കാദമിയുടെ സിൽവർ ജൂബിലി പ്രോഗ്രാമിന് SPB തൃശ്ശൂർ വന്ന സമയത്ത് 2019 അവര് സിൽവർ ജൂബിലിക്ക് ഒരു പ്രോഗ്രാം ഇവന്റ് ആയിരുന്നു. അപ്പൊ ആ ഇവന്റ് ഈ പറഞ്ഞ പോലെ അന്ന് ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കാനഡയിലേക്ക് വരാനുള്ള ഒരു പ്രിപ്പറേഷനൊക്കെ നാട്ടിൽ നിൽക്കുന്ന സമയം, പ്രത്യേകിച്ച് ഒരു പണിയില്ല, വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒരു ഇഷ്ടം കൊണ്ട് കാണാൻ പോയി. ഞാനും എന്റെ നാട്ടില് എഡ്മിന്നോട്ട് ഞങ്ങളുടെ കൊയറിൽ, ഞാൻ ചർച്ച് കൊയറുണ്ടാവും. അപ്പൊ പുള്ളി ഞങ്ങൾ ഒരുമിച്ച് പോയി. അപ്പൊ ആ സമയത്ത് ഒരു കൗതുകം, SPBയുടെ ഒരു ഷോ ആണ്, ചിലപ്പോ ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല. അത് അതുപോലെ തന്നെയായി. അന്ന് ഞങ്ങളത് യൂട്യൂബിൽ വെറുതെ വീഡിയോ എടുത്തു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് എന്റെ ഒരു യൂട്യൂബ് സ്മ്യൂൾ ഉണ്ട്, അത് അതിന്റെ ഇടയിൽ സ്മ്യൂൾ അങ്ങനെ 1-2 സ്മ്യൂൾ വീഡിയോസ് മാത്രം ഇട്ടിട്ടുള്ള ഒരു ചാനൽ ആയിരുന്നു അത്. യൂസൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല അത്രയ്ക്ക്. അപ്പൊ അതിൽ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോക്ക് ഒഫീഷ്യൽ ടെലികാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വന്നു ദൂരദർശനം ചെയ്തിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ അതില് മനീഷ, ആക്ടറും കൂടി ആയിട്ടുള്ള മനീഷയായിരുന്നു കോസിംഗറൊക്കെ ആയിട്ട് വന്നിരുന്നത്. അപ്പൊ ആ വിഷ്വൽസും അതിലെ ചില വീഡിയോസ് ഒക്കെ ക്ലിപ്പിംഗ്സ് ഒക്കെ ആയിട്ട് നല്ല പോപ്പുലർ ആയി. അപ്പൊ ആൾക്കാർ ഇത് ഒറിജിനൽ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോ ഒറിജിനൽ വേറെ എവിടെയും ഇല്ല. അപ്പൊ ഞാൻ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ കയറി ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 20K സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തേക്ക്. അത് എന്നോട് പലരും ചോദിക്കും, ഇവിടെ തലകുത്തി നിന്ന് വീഡിയോ ചെയ്തിട്ട് പോലും യൂട്യൂബിലൊന്നും കിട്ടണില്ല. അപ്പൊ ഇത് എങ്ങനെയാണ്? അത് എന്റെ ഒരു കഴിവൊന്നുമല്ല, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയും മോശം ഒരു വീഡിയോ ചിലപ്പോൾ ആരും ഇട്ടിട്ടുണ്ടാവില്ല യൂട്യൂബിൽ. അങ്ങനെ പറയരുത്, കാരണം ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. ഞാൻ ആ വീഡിയോ കാണുകയും ചെയ്തു. ശരിക്കും നമ്മളൊരു നല്ല ലൈവ് പോകുന്ന അതേ ഫീൽ തന്നെ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് എന്റെ SPB സാറിന്റെ മാത്രമല്ല, വേറെ പലരുടെയും പാട്ടുകള് ഞാൻ 1-2 വീഡിയോസ് കൂടും. വിദ്യാധര മാഷ് പാടുന്നുണ്ടായിരുന്നു. അത് പക്ഷെ ഞാൻ അത് ഇപ്പോഴും ഉണ്ടോ കഴിഞ്ഞൊരു സംശയം ഉണ്ടായിരുന്നു. വിദ്യാധര മാഷ് ഉണ്ട്. പിന്നെ SPBയുടെ തന്നെ ശങ്കര പാടിയിരുന്നു. ഇത് ഞാൻ ഇട്ടത് മലരെ മൗലമായിരുന്നു, ശങ്കര പാടിയിരുന്നു പുള്ളി. അത് രണ്ടും ഇട്ടിട്ടുണ്ട്. മനീഷ പാടിയത് മലരെ മൗലമായിരുന്നു. അന്ന് SPB മനീഷ ഹഗ്ഗയില് അങ്ങനെ. അത് പുള്ളിയുടെ ഒരു ഹംബിൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അത് നല്ലൊരു ഇതായിരുന്നു അത് എക്സ്പീരിയൻസ്. യൂട്യൂബ് പറഞ്ഞപ്പോ പെട്ടെന്ന് അതെ, അതുകൊണ്ട് ചില്ലറക്കാരനല്ല കേട്ടോ ഇദ്ദേഹം. വളർന്നു വരുന്ന ഒരു കലാകാരൻ തന്നെയാണ്. ഇപ്പൊ എന്താ പറയുക, തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി UAE വഴി ഇങ്ങനെ കാനഡയിലേക്ക് ഫ്ലൈറ്റ് ഒക്കെ പിടിച്ചെത്തി. ഇനിയിപ്പം എല്ലാവരുടെയും പല മ്യൂസീഷ്യൻസിനെ നമ്മൾ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ പറഞ്ഞു കേൾക്കണ്ടേ, കൊയർന്നാണ് എല്ലാവരും വെച്ചരി മുകളിലോട്ട്. അതൊരു നല്ല തുടക്കം തന്നെ ആവട്ടെ. അപ്പൊ നമ്മുടെ കനേഡിയൻ മലയാളീസിന്റെ ഒക്കെ എല്ലാ പരിപാടികൾക്കും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ കാനഡ ഇസ് നോട്ട് സോ ബാഡ്. നമുക്ക് ഇഷ്ടംപോലെ ഇവന്റ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇഷ്ടംപോലെ പരിപാടികൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേര് എല്ലാവരും ഓർത്തു വെച്ചോളൂ, ക്രിസ്റ്റി രാജൻ മാലിക്കലാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ മീറ്റ് ദ ടാലന്റിൽ ഇത്രയും മനോഹരമായ ഒരു സെഗ്മെന്റിൽ ഇനിയൊരു പാട്ടോട് കൂടി വൈകിട്ടാലോ? പാട്ട് ഒരു പാട്ട് ഞാൻ ലിറിക്സ് നോക്കട്ടെ, പെട്ടെന്ന് ലൈവൊക്കെ പോകണല്ലേ.
അപ്പോൾ ഏതായാലും നമ്മുടെ മീറ്റ് ദ ടാലന്റ് നമുക്കായി സമർപ്പിച്ചിരിക്കുന്നത് റിമാക്സ് സെന്ററിന്റെ റിയാൽറ്ററായ പ്രശാന്ത് വിജയരാജൻ പിള്ളയാണ്. അപ്പൊ അദ്ദേഹത്തിന് വലിയൊരു താങ്ക്സ് പറയാണ്. കാരണം ഇങ്ങനൊരു ഇദ്ദേഹത്തിനെ നമുക്ക് ഈ ഒരു പരിപാടിയിൽ അവതരിപ്പിക്കാൻ പറ്റിയത് ഇങ്ങനൊരു സെഗ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ക്രിസ്റ്റി, താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു സോങ്ങിനായിട്ട് നമ്മുടെ ശ്രോതാക്കളൊക്കെ കേട്ടിരിക്കുകയാണ് കേട്ടോ, കാത്തിരിക്കുകയാണ്. ഞാൻ ജോൺസൺ മാഷിന്റെ ഒരു പാട്ട് പാടാം. ഭയങ്കര ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഭയങ്കര ഇഷ്ടമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടറാണ് ജോൺസൺ മാഷ്. പുള്ളിയും തൃശ്ശൂരിൽ തന്നെയാണ്. അപ്പൊ പുള്ളിയുടെ ഒരു സോങ്ങിന്റെ ഗോളാന്തര വാർത്ത എന്ന് പറഞ്ഞ സത്യൻ സാറിന്റെ ഒരു സത്യനന്ദിക്കാട് സാറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കുറച്ച് വരി ഒന്ന് പാടാം. ഞാനൊന്ന് സെക്കൻഡ്, ഒരു മിനിറ്റ്. അപ്പോ ക്രിസ്റ്റി ഇങ്ങനെ പാട്ട് ഇങ്ങനെ ആലോചിച്ച് ലിറിക്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ക്രിട്ടിക് ആണ് കേട്ടോ. വളരെ എന്താ പറയുക, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫേസ്ബുക്കിലായാലും ഒക്കെ നല്ല പോസ്റ്റ് ഇങ്ങനെ വിശദമായിട്ട് തന്നെ ഇടുന്നത്. അപ്പൊ നന്നായിട്ട് എഴുതാൻ കഴിവുള്ള, അപ്പൊ ഭാവിയിൽ ഈ ഒരു പേര് ഒരു മിനി സ്ക്രീനിൽ കണ്ടാലും നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. എനിക്ക് ഭാവിയിൽ പറയാലോ, ഞാൻ ക്രിസ്റ്റി എന്റെ മുമ്പിൽ ഇരുന്നിരുന്നു എന്നുള്ളത് എനിക്ക് അഭിമാന പുരസ്സരം പറഞ്ഞിട്ടേ. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ എനിക്ക് മുണ്ടൂര് തന്നെ പ്രമോദ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു പുള്ളിക്കാരൻ, ആൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ചിലപ്പോൾ പറയുന്ന കാര്യമായിരിക്കും. ആളുടെയും ഒരുപാട് വർക്ക്സ് ഇപ്പൊ വരാനുണ്ട്. ഒരുപാട് പേരുണ്ട് ഫ്രണ്ട്സ് ആയിട്ട്. ആ ഒരു ഇൻസ്പിറേഷനിലൊക്കെ എന്തെങ്കിലും വന്നെങ്കിലും ഉള്ളൂ, അല്ലാണ്ട് വേറെ. തീർച്ചയായിട്ടും നല്ലൊരു കലാകാരനാണ്. അപ്പൊ ഏതായാലും നമ്മൾ ആ ഒരു പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ, ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ഇനിയൊന്നു പാടൂ ഹൃദയമേ. അലസമനോജ്ഞമവൾ വരുമ്പോ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി. അലസമനോജ്ഞമവൾ വരുമ്പോ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി. പിരികളെ പിന്നിയ ചുരുൾമുടി കാണുകയെ അരിമുല്ല പൂക്കുകയായി, എന്റെ അരിമുല്ല പൂക്കുകയായി. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ, ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. എന്താ പറയാ, ഇത്രയും മനോഹരമായ ജോൺസൺ മാഷിന്റെ ഇത്രയും മനോഹരമായ വരികൾ നമുക്ക് വേണ്ടി ഈ ഒരു പരിപാടിയിൽ, അതായത് റിമാക്സ് സെന്റർ റിയാൽറ്ററായ പ്രശാന്ത് വിജയരാജൻ പിള്ള അവതരിപ്പിക്കുന്ന മീറ്റ് ദ ടാലന്റ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും മനോഹരമായ സമയം തന്നതിൽ താങ്ക് യു സോ മച്ച് ക്രിസ്റ്റി. അപ്പോൾ ഇനിയും നല്ല നല്ല പരിപാടികളൊക്കെ വരട്ടെ. താങ്ക് യു സോ മച്ച്. നന്ദി എല്ലാവർക്കും. ആഹാ പ്രൈഡിനോടും മീനാക്ഷിയുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ നന്ദി പറയാം, ചേച്ചിയുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും. അപ്പൊ വളരെ നന്ദി. ആ ഒരു ധൈര്യത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ നിങ്ങൾ വരാൻ പറഞ്ഞു, സംസാരിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ആഹാ പ്രൈം 1350 ഇത് RJ മീനാക്ഷിയാണ്. അപ്പൊ ഇത്രയും നല്ലൊരു സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ എല്ലാവരും യാത്രയ്ക്കൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് അല്ലെ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോമൊബൈൽസ് ആണ്, ജെറിൻ ഓട്ടോമൊബൈൽസ്. അപ്പോൾ 227 അഡ്വാൻസ് ബൊളിവാർഡ് ബ്രാംപ്ടണിൽ നമ്മുടെ ജെറിൻ ഓട്ടോമൊബൈൽസ് ഇസ് ഓപ്പൺ. അപ്പൊ നമ്മളെല്ലാവരും യാത്രയ്ക്കൊക്കെ പുറപ്പെടുന്നവരും മറക്കാണ്ട് വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അവര് ജെറിൻ ഓട്ടോമൊബൈൽസിൽ വിളിക്കണമെങ്കിൽ 6477405416 വിളിച്ചാൽ മതി. അപ്പോൾ ഏതായാലും റിമാക്സ് സെന്റർ റിയാൽറ്ററായ പ്രശാന്ത് വിജയരാജൻ പിള്ള സാർക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു മീറ്റ് ദ ടാലന്റ് സെഗ്മെന്റ് നമുക്ക് സമ്മാനിച്ചതിന് 1000 നന്ദി അറിയിക്കണോ. താങ്ക് യു സോ മച്ച് ക്രിസ്റ്റി ഓൾസോ ഫോർ ജോയിനിങ് us. അപ്പോൾ ആഹാ പ്രൈം 13